ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുക്കില്ല. വലിയ ചുടുകാട്ടിൽ പുന്നപ്ര വയലാർ ദീപശിഖ കൈമാറിയ ശേഷം സുധാകരൻ ദീപശിഖ പ്രയാണത്തെ അനുഗമിക്കും. വയലാറിൽ പുഷ്പാർച്ചനയിൽ പങ്കെടുത്ത ശേഷം വൈകുന്നതിനാൽ പങ്കെടുക്കാനാകില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നാലുചിറ പാലം ഉദ്ഘാടനം രാവിലെ 10:30 ആണ് നിശ്ചയിച്ചിട്ടുള്ളത്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ഇതിപ്പോൾ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ജി സുധാകരൻ എത്തുന്നില്ല എന്നുള്ളത് രാഷ്ട്രീയമായി ഏത് തരത്തിൽ ചർച്ച ചെയ്യപ്പെടും? ഇത് വളരെ ഇന്ന് നടക്കുന്ന പരിപാടികളിൽ തന്നെ ഒരു വ്യത്യസ്തത ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സാധാരണഗതിയിൽ പുന്നപ്ര വയലാറിന്റെ വാരാചരണ പരിപാടി അവസാനിക്കുന്നത് പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ, വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം, അതായത് ഇവിടുത്തെ പ്രധാന നേതാക്കന്മാർ, ഇതിനു മുൻപ് VS അച്യുതാനന്ദനായിരുന്നു ഈ ദീപശിഖ കൈമാറിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ VS സുഖമില്ലാതായതിനു ശേഷം ആലപ്പുഴ ജില്ലയിൽ നിന്ന് ജി സുധാകരനാണ് അത്ലറ്റുകൾക്ക് ഈ ദീപശിഖ കൈമാറുകയും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ എല്ലാം തന്നെ ഈ ദീപശിഖ പ്രയാണത്തെ അനുഗമിച്ചുകൊണ്ട് വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിലൂടെ കടന്ന് അത് വയലാറിലേക്ക് എത്തി അവിടെ ആ ദീപശിഖ ആ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ സ്ഥാപിച്ച ശേഷം അവിടെ പുഷ്പാർച്ചന അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രയാണം പൂർത്തീകരിക്കുന്നത്. ഇവിടെ നിന്ന് വയലാർ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ നിന്നും അത്തരത്തിൽ ദീപശിഖ കൈമാറുന്ന നേതാക്കന്മാരെല്ലാം തന്നെ ഈ ദീപശിഖ പ്രയാണത്തെ അനുഗമിക്കേണ്ടതുണ്ട്. അവർ വയലാറിലെത്തി അവിടെ പുഷ്പാർച്ചനയും നടത്താറുണ്ട്. ആ ഒരു പരിപാടി രാവിലെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ദീപശിഖ കടന്നു പോകുന്ന വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിലൂടെ അഭിവാദ്യങ്ങൾ, അതായത് പ്രവർത്തകരുടെ അഭിവാദ്യങ്ങൾ പലയിടങ്ങളിൽ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പോകുന്നത്. അപ്പോൾ അതിനെ അനുഗമിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കൃത്യസമയത്ത് ഈ പരിപാടിയിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഇത് അത്ലറ്റുകൾക്ക് ദീപശിഖ കൈമാറുന്നത് മുതിർന്ന നേതാവായ ജി സുധാകരനാണ്. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ ആദ്യം സൂചിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ ചില ചർച്ചകളും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പുന്നപ്ര വയലാർ അനുസ്മരണം അല്ലെങ്കിൽ വയലാർ രക്തസാക്ഷി വാരാചരണത്തിന്റെ ഈ ദിവസം മറ്റു പരിപാടികൾ, അതായത് മറ്റ് പ്രധാനപ്പെട്ട പരിപാടികളൊന്നും തന്നെ ജില്ലയിൽ വെക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ പുന്നപ്ര രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന ആ അമ്പലപ്പുഴ മണ്ഡലത്തിൽ രാവിലെ 10:30 ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇത്തരത്തിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി പ്രയാണത്തെ, ആ ജാഥയെ അനുഗമിക്കേണ്ട പ്രവർത്തകർ ഈ പരിപാടിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. പാർട്ടി അമ്പലപ്പുഴയിലെ ഏരിയ നേതൃത്വങ്ങൾ, പാർട്ടി നേതാക്കന്മാർ, CPM ജില്ലാ സെക്രട്ടറി, CPI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ വെച്ചാണ് നോട്ടീസ് തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പരിപാടി, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാവുമ്പോൾ സ്വാഭാവികമായും എല്ലാ ലോക്കൽ കമ്മിറ്റികൾ വഴിയും അറിയിപ്പ് നൽകി പ്രവർത്തകരെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. ആ പരിപാടി പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായ അമ്പലപ്പുഴയിൽ നിന്നും അനുഗമിക്കേണ്ട പാർട്ടി പ്രവർത്തകർ, രക്തസാക്ഷി മണ്ഡപം അടക്കം നിലനിൽക്കുന്ന പ്രദേശത്തെ അനുഗമിക്കേണ്ട പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് കൂടി സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു പരിപാടി സാധാരണഗതിയിൽ ഇന്ന് വരെ ആലപ്പുഴയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന 3 പരിപാടികളുണ്ട്. രാവിലെ തന്നെ ആ പ്രയാണം കടന്നു പോകുന്ന സമയത്ത് വയലാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ പരിപാടികളിലേക്ക് പ്രവർത്തകർക്ക് പോകേണ്ടി വരുന്നു. അനുഗമിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഇത് സാധാരണ രീതിയല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യത്യസ്തത കൂടി ഇതിനകത്തുണ്ട് എന്നത് പറയാതെ പോകാൻ കഴിയില്ല. എന്തായാലും ജി സുധാകരൻ, നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം, അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായാണ് ജി സുധാകരൻ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചിട്ടുള്ള ഒരു നോട്ടീസ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആലപ്പുഴയിൽ ഉൾപാർട്ടി പോര് വളരെ രൂക്ഷമായി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജി സുധാകരനെ അപമാനിക്കുന്ന രീതിയിൽ ഉള്ള നവമാധ്യമങ്ങളിലൂടെയുള്ള പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതിന് മറുപടിയായി വളരെ പരസ്യമായി തന്നെ ജി സുധാകരൻ മറുപടി പറയുന്നതോടെ ഈ പരസ്പരമുള്ള ഈ പ്രകോപനങ്ങൾ വലിയ തലവേദന, പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വേണം കഴിഞ്ഞ ദിവസം ഇത്രയും വർഷങ്ങളില്ലായിരുന്ന രീതിയിൽ ജി സുധാകരന്റെ പേര് കൂടി വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ചിത്രം കൂടി വെച്ചുകൊണ്ട് ഒരു നോട്ടീസ് അച്ചടിച്ച് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നലെ ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം
അമ്പലപ്പുഴ നിന്നും എച്ച് സലാം തന്നെ നേരിട്ട് എത്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ നോട്ടീസ് നൽകാൻ എത്തിയ ഘട്ടത്തിലും ജി സുധാകരൻ അവിടെ ഉണ്ടായിരുന്നില്ല. നേരിട്ടൊരു ക്ഷണം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ പരിപാടിയിൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വയലാറിലെ ഈക്കുള്ള ദീപശിഖ പ്രയാണത്തിൽ ദീപശിഖ കൈമാറേണ്ട ആൾ ജി സുധാകരനാണ്, അതിനെ അനുഗമിക്കേണ്ട ആൾ ജി സുധാകരനാണ്. അപ്പോൾ ഈ പരിപാടികൾ രണ്ടും ഒരേ സമയത്ത് വന്നതിനെ സംബന്ധിച്ചുള്ള അതിർത്തിയും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം, അതായത് അമ്പലപ്പുഴ തോട്ടപ്പള്ളി LC പുറത്തിറക്കിയ ഒരു പോസ്റ്ററും വിവാദമായിട്ടുണ്ട്. ആ പോസ്റ്ററിനകത്ത് പൊതുമരാമത്ത് വകുപ്പ് സർക്കാർ ഇറക്കിയ പോസ്റ്ററിന് വിരുദ്ധമായി ജി സുധാകരന്റെ ചിത്രം നീക്കം ചെയ്ത ഒരു പോസ്റ്റർ പുതിയതായി ഇറക്കി എന്നുള്ളതാണ്. അതിൽ ധനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ജി സുധാകരന്റെ ചിത്രം മാറ്റി അതിനകത്ത് ചേർക്കുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിലുള്ള പ്രകോപനങ്ങൾ, ഇന്റേണൽ ആയിട്ടുള്ള പ്രകോപനങ്ങൾ ഇവിടെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു വശത്ത് പാർട്ടി നേതൃത്വം ഈ വിഷയങ്ങളെ ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടൊരു പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വഴിയിൽ ജില്ലയിൽ തന്നെ ആ പ്രകോപനങ്ങൾ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ജി സുധാകരന്റെ തീരുമാനം ഇന്ന് ഇവിടെ നിന്ന് നൽകുന്ന ദീപശിഖ പകർന്നു നൽകിയ ശേഷം ആ ദീപശിഖ പ്രയാണത്തെ അനുഗമിച്ചുകൊണ്ട് വയലാറിലെത്തി വയലാറിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുക എന്നുള്ളതാണ്. അത് ഇവിടെ നിന്ന് ദീപശിഖ കൈമാറുന്ന ആൾ ചെയ്യേണ്ട രീതിയുമാണ്. ആ രീതിയിൽ തന്നെ, പാർട്ടി രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ജി സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. യെസ്, ശരണ്യ സ്നേഹജനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.